ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇതുവരെ പിടിച്ചെടുത്തത് 8,889 കോടി രൂപ മൂല്യമുള്ള വസ്തുക്കൾ. തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത്. മാർച്ച് 1-നും മെയ് 18-നും ഇടയിലുള്ള കണക്കാണിത്. വോട്ടർമാരെ സ്വാധീനിക്കാനായി എത്തിച്ച വസ്തുക്കളാണ് ഇവ. കള്ളപ്പണം, മയക്കുമരുന്ന്, മദ്യം, വിലപിടിപ്പുള്ള ലോഹങ്ങൾ എന്നിവയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത വസ്തുക്കളിൽ പകുതിയോളം, അതായത് ഏകദേശം 45% മയക്കുമരുന്നുകളാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് 3,476 കോടി രൂപയുടെ മൂല്യമുള്ള വസ്തുക്കളാണ് പിടികൂടിയിരുന്നത്. ഇതാണ് ഇരട്ടിയിലധികമായി വർദ്ധിച്ചിരിക്കുന്നത്. 2019-നെ അപേക്ഷിച്ച് കള്ളപ്പണം 0.61% വർദ്ധിച്ചപ്പോൾ മദ്യം പിടിച്ചെടുക്കൽ 167.51%, മയക്കുമരുന്ന് 209.31%, വിലയേറിയ ലോഹങ്ങൾ 27.68%, സൗജന്യങ്ങൾ 3,235.93% എന്നിങ്ങനെ വർദ്ധിച്ചു. പണം, മദ്യം, മയക്കുമരുന്ന്, വിലപിടിപ്പുള്ള ലോഹങ്ങൾ, സൗജന്യങ്ങൾ എന്നിവയും മറ്റിനങ്ങളും പിടിച്ചെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ 5 സംസ്ഥാനങ്ങളും 5 വർഷം മുൻപ് സംസ്ഥാനങ്ങളുടെ താരതമ്യ കണക്കുകളും ഇനി പറയും വിധമാണ്. കള്ളപ്പണം പിടിച്ചെടുത്തത് കൂടുതൽ തെലങ്കാനയിൽ നിന്നാണ്. 114.41 കോടി. 2019 ഇത് 70.98 കോടി രൂപയായിരുന്നു. കർണാടക 92.55 കോടി, ഡൽഹി 90.79 കോടി, ആന്ധ്രാപ്രദേശ് 85.32 കോടി, മഹാരാഷ്ട്ര 75.49 കോടി എന്നിങ്ങനെയാണ് കണക്ക്. മദ്യം കൂടുതൽ പിടിച്ചെടുത്തത് കർണാടകയിൽ നിന്നാണ്. 175.36 കോടി. 2019 ഇത് 37.85 കോടിയായിരുന്നു. പശ്ചിമ ബംഗാൾ 90.42 കോടി, തെലങ്കാന 76.26 കോടി, ഉത്തർപ്രദേശ് 53.62 കോടി, മഹാരാഷ്ട്ര 49.17 കോടി എന്നിങ്ങനെയാണ് കണക്ക്. മയക്കുമരുന്ന് പിടിച്ചെടുത്തത് ഗുജറാത്തിലാണ് കൂടുതൽ, 1,187.8 കോടി. 2019 ഇത് 524.35 കോടി രൂപയായിരുന്നു. പഞ്ചാബ് 665.67 കോടി, ഡൽഹി 358.42 കോടി, തമിഴ്നാട് 330.91 കോടി, മഹാരാഷ്ട്ര 265.51 കോടി എന്നിങ്ങനെയാണ് കണക്ക്. വിലപിടിപ്പുള്ള ലോഹങ്ങൾ പിടിച്ചെടുത്തത് കൂടുതലും ഡൽഹിയിൽ നിന്നാണ്. 195.01 കോടി. 2019 ഇത് 12.84 കോടിയായിരുന്നു. മഹാരാഷ്ട്ര 188.18 കോടി, ആന്ധ്രാപ്രദേശ് 142.56 കോടി, ഗുജറാത്ത് 128.56 കോടി, തമിഴ്നാട് 99.85 കോടി എന്നിങ്ങനെയാണ് കണക്ക്. സൗജന്യത്തിനായി കൊണ്ടുവന്ന വസ്തുക്കൾ കൂടുതലും പിടിച്ചെടുത്തത് രാജസ്ഥാനിൽ നിന്നാണ്. 756.77 കോടി, മധ്യപ്രദേശ് 177.45 കോടി, കർണാടക 162.01 കോടി, പശ്ചിമ ബംഗാൾ 149.53 കോടി, ഒഡീഷ 113 കോടി എന്നിങ്ങനെയാണ് കണക്ക്. അതേസമയം കേരളത്തിൽ നിന്ന് ഇക്കാലയളവിൽ 15.66 കോടി രൂപയാണ് പണമായി പിടിച്ചത്. 3.63 കോടി രൂപയുടെ മദ്യം, 45.82 കോടി രൂപ മൂല്യമുള്ള മയക്കുമരുന്ന്, 26.83 കോടി രൂപ മൂല്യമുള്ള ലോഹം, സൗജന്യ വിതരണത്തിനായി കൊണ്ടുവന്ന 5.69 കോടി രൂപയുടെ വസ്തുക്കൾ എന്നിവയും കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് നിന്ന് ആകെ പിടിച്ചെടുത്തത് 97.62 കോടി രൂപ മൂല്യമുള്ള സാധനങ്ങളാണ്. ഏതായാലും തിരഞ്ഞെടുപ്പിനുള്ളിൽ നടന്ന ഈ പൊടിപൊടിക്കലിൽ കോടികൾ തന്നെ കയ്യിലാക്കിയിട്ടുണ്ട് പലരും. തിരഞ്ഞെടുപ്പിന്റെ മറവിൽ നടക്കുന്ന ഇത്തരം കൊള്ളയ്ക്ക് മോദി സർക്കാർ തന്നെ മറുപടി പറയേണ്ടി വരും.